നമ്മുടെ ലോകത്തിലെ തന്നെ ഒരു നിർമ്മാണത്തിന് ഏറ്റവും പേരുകേട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബേപ്പൂര്. ബേപ്പൂര് ഒരു നിർമ്മിക്കുന്ന ഒരു ഒന്നിലധികം സ്ഥലങ്ങളുണ്ട് ബേപ്പൂര്. അപ്പോൾ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു യാർഡിൽ തന്നെ 2 ഉരുക്കൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഇതിന് പുറമെ തൊട്ടപ്പുറത്ത് വേറൊരു യാർഡ് കണ്ടെന്നായിരുന്നു. അവിടെ അത് സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ത്യയിൽ തന്നെ ബേപ്പൂര് കൂടാണ്ട് 1-2 സ്ഥലങ്ങളിലും കൂടെ നമ്മൾ ഈ ഉരുവിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഉരു എന്ന് പറയുന്നത് ബേപ്പൂരിലെ ഉരുക്കളാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലുള്ള ക്വാളിറ്റിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും ഗുണങ്ങളൊക്കെയാണ് ബേപ്പൂരിലെ ഉരുക്കളെ മറ്റുള്ള സംസ്ഥാനങ്ങളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിർമ്മിക്കുന്ന ഉരുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഭക്തന്മാരി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോകാനൊക്കെ ആ കാലഘട്ടത്തിൽ ഒന്നും കണ്ടെയ്നർ, ട്രെയിലർ ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നാനാവശം ചെറിയൊരു കടലോര ഗ്രാമമായിരുന്ന ബേപ്പൂരിനെ ലോകരാജ്യങ്ങളുമായി കൂട്ടിയിണക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഉരുക്കളുടെ നിർമ്മാണമായിരുന്നു. അടിപൊളി ബീച്ചും പാർക്കും ബോട്ട് യാത്രയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ബേപ്പൂര്. ഏകദേശം 5 ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. കോസ്റ്റൽ പോലീസ്, കസ്റ്റംസ്, ഫിഷറീസ്, പോർട്ട്. ഈ 5 ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സേഫാണ് എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളെല്ലാവരും ജാക്കറ്റ് ഇടും നിർബന്ധമാണ്. അതിനുവേണ്ടി പറയുന്നത്, അല്ലാതെ നിങ്ങളെ പേടിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ബോട്ട് കയറിയിട്ട് പേടിയുണ്ടോ? പേടിയിട്ടില്ലേ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ബോട്ടിൽ ബ്രേക്കില്ലാതെ ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, അതേപോലെ ഷിപ്പുകളൊക്കെ നിർത്തുന്നത് റിവേഴ്സ് ഗിയറിലാണ്. തോണി ഓപ്പോസിറ്റ് നടന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇതിന്റെ സിസ്റ്റം. കപ്പലിൽ ആന്റി ക്ലോക്ക്വൈസ് കറക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ബോട്ടുകളൊക്കെ നിൽക്കുക. അല്ലാതെ വേറെ മാർഗം. ബേപ്പൂര് പോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ചാലിയാർ പുഴയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് ഏകദേശം 200 രൂപയോളാണ് ടിക്കറ്റ് നിരക്ക്. ഈ കാണുന്നത് ചാലിയം ഫിഷ് മാർക്കറ്റാണ്. അതിനോട് ചേർന്ന് തന്നെ പട്ടുർമാട് തുരുത്ത് എന്നാണ് ഈ കാണുന്ന ഈ ബോട്ടുകൾ, അതായത് ഉടൻ ബോട്ടുകൾ അഥവാ ഉരുക്കൾ നിർമ്മിക്കുന്ന നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ തിരുത്തിയാണ്. തിരുത്തി എന്നൊക്കെ പറയും. ഇവിടെ പറയുന്നത് പട്ടുർമാട് ചാലിയം തിരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഉടൻ ബോട്ട്സുകൾ നിർമ്മിക്കുന്നത്. ഈ ബോട്ട് യാത്രയിലാണ് ഞാൻ ആ സംഭവം കാണുന്നതും എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചതും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സംഭവം, അവിടെ ഈ കാണുന്ന ഈ ഷെഡാണ് ഇവിടുത്തെ ബേപ്പൂരിലെ പ്രധാനമായും ഉടൻ ബോട്ടുകൾ അഥവാ ഉരുക്കൾ നിർമ്മിക്കുന്ന യാർഡ്. ഇപ്പം അവിടെ 2 ഉരുക്കൾ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് വ്യക്തമല്ലെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ കാണുന്ന ഈ കണ്ടോ, ആ സംഭവം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സൈഡിൽ കാണുന്ന ഈ സംഭവം ഏകദേശം പണി തീരാറായിട്ടില്ല. ഏകദേശം ഒരു പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉരുവാണ്. പിന്നെ ഈ ഉരു നിർമ്മാണത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഉരു നിർമ്മിക്കുന്ന പട്ടുർമാട് തിരുത്തി എന്ന സ്ഥലത്ത് എത്താൻ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ബോട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ നേരെ രാവിലെ തന്നെ ചാലിയം ഫിഷ് മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരുടെയും പറഞ്ഞാൽ അവർ അങ്ങോട്ട് ആക്കി തരും. നമ്മളെ മീൻ പിടിക്കുന്ന ആരെങ്കിലും ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ആക്കി തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്ന് അവരെന്നെ എന്നെ അവിടെ യാർഡിലേക്ക് ആക്കി തന്ന് അവരങ്ങനെ പോയി. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്പോട്ടാണിത്. അത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഈ ഉരുവിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലറിയേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം മൂപ്പർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സുരേന്ദ്രേട്ടനെ പോയി കണ്ടപ്പോൾ ആൾ തിരക്ക് പിടിച്ച പണിയിലാണ്. അപ്പോൾ ആളെ ശല്യം ചെയ്യാത്ത രീതിയിൽ ലഞ്ച് ടൈമിൽ കുറച്ച് സമയം ഞാൻ ചോദിച്ചു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയിട്ടും ഈ ഉരുവിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞു തരാമെന്ന് സുരേന്ദ്രേട്ടൻ പറഞ്ഞു. അപ്പോൾ സുരേന്ദ്രേട്ടനെ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ. ഉരുക്കളുടെ നിർമ്മാണത്തിൽ ഏകദേശം 18-ലധികം വർഷങ്ങളുടെ പരിചയമുള്ള, പിന്നെ ഈ ആടിൻ്റെ പേരെന്താ? പട്ടർമാട് ഈ നമ്മൾ ജാലിയം പട്ടർമാട് ജാലിയം ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മളെ സുരേന്ദ്രേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത്. സുരേന്ദ്രേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ ഉരുക്കളുടെ നിർമ്മാണം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഉരുക്കൾ മാത്രം ഇത്രയും കൂടുതൽ ലോകശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം തുടങ്ങി ഉരുക്കളുടെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സുരേന്ദ്രേട്ടൻ. കേരളത്തിലെ ഉരു മാത്രം ഇത്രയും ഫേമസ് ആവാൻ, അതായത് മറ്റുള്ള പല, ഇപ്പോൾ നമ്മളെ ഗുജറാത്തിൽ കച്ച് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉരുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ കൂടെ കേരളത്തിലെ ഉരുക്കൾക്ക് അറബ് രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ആവശ്യക്കാർ കൂടുതലാണ് കേരളത്തിലെ ഉരുക്കൾക്ക്. അപ്പം അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു കാര്യം, ഇവിടെ നല്ല മരങ്ങൾ കിട്ടും. ഒന്ന് തേക്ക്, അത് നിലമ്പൂരിൽ നിന്നാണ് എടുത്തു കൊണ്ടുവരാൻ. അപ്പം അത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പി അഹമ്മദ് കോയയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവർ പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 115 വർഷം 120 വർഷത്തോളം അവർക്ക് ഈ ഒരു നിർമ്മാണമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പാപ്പ, അവരുടെ താവഴികളായിട്ട് അവരുടെ മക്കൾ അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഇന്ന് വരെ ഇവിടുന്ന് കൊണ്ടുപോയ, അതായത് ബേപ്പൂര് ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി, ഇത് പട്ടർമാട് തിരിക്കുകയാണ്. ഇതിന് മുന്നേ ഉണ്ടാക്കിയിരുന്നത് ബേപ്പൂരിൽ നിന്നുണ്ടായിരുന്നു. ഇത് പട്ടർമാട് ചാലിയം തിരുത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ, എൻ്റെ ഒരു കണക്ക് ശരിയാണ്, ഒരു 500 ലാൻഡെങ്കിലും ഇവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ഖത്തറാട്ടെ, ദുബൈ ആട്ടെ, കുവൈറ്റ്, മൊറോക്കോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സൗദി, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് ഇവർ ഉരുക്കൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മരത്തിൻ്റെ ഗുണനിലവാരം കൊണ്ടാണ് അത് ഉള്ള RBS ഈ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ട് ഈ PA അഹമ്മദ് ഉള്ള ഒരു കൂട്ടുകെട്ടും അവരുമായിട്ട് ഈ ഒരു ഇവിടെ വെച്ച് നിർമ്മിക്കാനുണ്ടാകുന്ന പല കാര്യങ്ങളും. നല്ല സാധനം കിട്ടും, പിന്നെ നല്ല വർക്കേഴ്സിനും കിട്ടും. മലയാളീസ് ഇതിൻ്റെ ഷേപ്പാണ് അവരുടെ ഇത് ഇത്രയും പ്രീതി പിടിച്ച് പറ്റാനുള്ള കാരണം ഉണ്ടായിരുന്നു. ഇത് ഡെങ്ക, ബത്തല, ശംബോക്ക്, ബോംബ്, കൊട്ടിയ എന്നിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ ചന്തുകുട്ടി മേസ്തരി, നാരായണ മേസ്തരി, പാണ്ടിക്കുട്ടി മേസ്തരി, ഇങ്ങനെ കുറേ മേസ്തരിമാരൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവരുടെ കാലശേഷങ്ങൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒന്ന്, ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ പേര് സുരേന്ദ്രൻ, പിന്നെയുള്ളത് ഒന്ന് ഗോകുൽദാസ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ ഇവിടെ ഈ പട്ടർമാട് തിരുത്തിയിൽ ഒരു നിർമ്മിക്കുന്നത്. ഈ PA അഹമ്മദ് കോയയുടെ അവരാണ് ഇതിൻ്റെ ഓണർ. ഇവിടുന്ന് ഇപ്പം ഇറക്കിക്കൊണ്ടുപോയാൽ ഒരു എന്ന് പറഞ്ഞാൽ 12-13 ലാഞ്ചിലേറെ ഇവിടുന്ന് ഖത്തർ, കുവൈറ്റ്, മൊറോക്കോ എന്നീ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മളെ പുറകിൽ കാണുന്ന ഈ രണ്ട് ഉരുക്കള്, ഇതിന് രണ്ടിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിന് ഷേപ്പിൽ ചെറിയ ആകൃതിയിൽ വ്യത്യാസം വരുന്നത്. അതെന്താണ്? ഒന്ന് ശംബോക്കാണ്, ഖത്തറിലേക്കുണ്ട്. അതേതാ ഈ ശംബോക്ക്? ശംബോക്ക് എന്ന് പറയുന്നത് തിരിഞ്ഞ് കാണിച്ചത്. ശംബോക്ക് എന്ന് പറയുന്നത് അത് ഖത്തറിൽ അവരുടെ പ്രദേശം ശംബോക്കാണ് അവർ അധികം താല്പര്യപ്പെടുന്നത്. പിന്നീട് ഇപ്പുറമുള്ളതാണ് ബോംബ്. അതധികം കുവൈറ്റ് ഇതാക്കിയിട്ട് അവരുടെ ഓരോ സ്ഥലത്തിനും അവർക്ക് അവരുടേതായ താല്പര്യമുള്ള ഓരോ ഡിസൈൻ അതിനനുസരിച്ചിട്ടാണ് അവർ ഇവിടെ പറയുന്നതും അതിൻ്റെ ഒരു കോണ്ടാക്ട് പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു നിർമ്മിക്കുന്നത്.
ഉരു വേണമെന്ന് പറഞ്ഞാൽ അതേമാതിരി ബോംബ് വേണം പറഞ്ഞാൽ അത് ഉണ്ടായി കൊടുക്കും. ബോംബ് മീൻസ് അത് ബോംബ് എന്ന് പറയുന്നതാണ് ഈ ഉരു. ആ മറ്റേത് ശംഭവം. ബാക്ക് ത്രൂ അക്കിയായിട്ട് പല വെച്ചിട്ടുള്ളതാണ് ശംഭവം. അപ്പോൾ ഇതിനൊക്കെ കുറേ ഷേപ്പിലൊക്കെ പല. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം മെയിനായിട്ട്? ഇതിന് കൊമ്പ് പരുമാൻ എന്നീ ഈ പായക്ക് വരുന്ന ഈ സെയിലുണ്ടല്ലോ, സെയിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പറയുന്ന ബോംബ് എന്ന് പറഞ്ഞ സംഭവം. പായ്ക്കപ്പൽ മറ്റേത് അതല്ല. മറ്റേ കുറെ പണ്ട് കാലത്ത് ഇറാനീസ് അറബീസ് മുട്ട് വാരിയിരുന്നതും ഈ മത്സ്യം പിടിച്ച് ജീവിച്ച് വന്ന പല കാര്യങ്ങളും അതിലുണ്ട്. അതാണ് ഖത്തറിലെ ശംഭോക്ക് വിഭാഗം. അതിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് അത് ഖത്തറിലേക്ക് ഉണ്ടാക്കുന്നത്. ഈ പത്തേമാരിയും അതേപോലെ ഈ നമ്മളെ ഉരും തമ്മിൽ എന്താ കണക്ഷൻ? പത്തേമാരി കാർഗോ ആണ്. ആ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ എന്താ പറയുക, ബോംബെയിൽ നിന്ന് ഉള്ളി കൊണ്ടുപോയിരുന്നു. നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ കുരുമുളക്, ഏലം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അത് കാർഗോ ലാഞ്ച്, അതിനാണ് പത്തേമാരി എന്ന് പറയുന്നത്. അവർ അത്രയും ലോഡ് എടുക്കുന്നത് കൊണ്ടും അങ്ങനെ പേരിട്ടൊരു സംഗതിയാണ് പത്തേമാരി. ഇതിൽ ഈ കാർ ഇപ്പം നമ്മൾ ഇവിടുന്ന് മെയിനായിട്ട് പോകുന്ന പാസഞ്ചർ ടൈപ്പ് ഉരുക്കളാണ്. എന്താണ് ഈ പിന്നെ പാസഞ്ചർ ടൈപ്പ് ഉരുക്കളും അതുപോലെ തന്നെ ഈ ചരക്ക് കൊണ്ടുപോകുന്ന ഉരുക്കളും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം? ചരക്ക് കൊണ്ടുപോകുന്ന ബോട്ട്, അതായത് ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഹെവി സാധനങ്ങളായിരിക്കും അതിന് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുതെ ഗ്ലാസ് കാര്യങ്ങളെയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ കുട്ടികൾക്ക് കറങ്ങാനും പിടിക്കാനും ലക്ഷറി ലൈഫായിട്ട് ജീവിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബത്തേമാരി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോകാനൊക്കെ ആ കാലഘട്ടത്തിൽ ഒന്നും കണ്ടെയ്നർ, ട്രെയിലർ ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നാനാവശം ഇപ്പോൾ ഇറാനാട്ട്, ഇറാഖ്, കുവൈറ്റ് ആ ഏരിയയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും മറികടന്ന് പാലുണ്ടാക്കി തുടങ്ങി കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക ലോറിയിലൊക്കെ എത്തിപ്പെടാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ അതിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അന്ന് പത്തേമാരി കാർഗോ ലാഞ്ച് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാർഗോ ലാഞ്ച് വളരെ കുറവാണ്. ഇന്നത്തെ കാർഗോ ലാഞ്ച് ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നവരായിരിക്കും ഇറാനിൽ നിന്ന് ഡീസൽ, പെട്രോൾ ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ദുബൈയിലേക്ക് കൊണ്ടുവരാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ കാര്യമായിട്ടും ഈ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ പ്രധാനപ്പെട്ടിട്ട് മറ്റുള്ള ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഈ ഉരുക്കളിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉരുക്കളിൽ ശ്രദ്ധിക്കേണ്ട ബോട്ട് മാതിരില്ല. ബോട്ടൊക്കെ ഒരു ചെറിയ യാത്ര കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു അതല്ല, ഒരു അത്രയും ടണ്ണേജ് അതിൽ കയറ്റി കഴിഞ്ഞാൽ അതിന് യാതൊരു കേടുപാടും പറ്റില്ല. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ അതിനെ ഒരു ലെവലേഷൻ, അതായത് പൊടി പോലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചിലോ ഒന്നും ഉണ്ടാവാതെ വേണം അത് ഉണ്ടാക്കുക. അത് അത്രയും മൈന്യൂട്ടായിട്ട് വേണം. എത്ര വെയിറ്റ് വെച്ചാലും അതൊരു പോയിന്റിൽ നിൽക്കണം. അപ്പോൾ അതിനുള്ള അളവ് കാര്യങ്ങൾ അറിയാത്തവർ ഇതിന് നിൽക്കൂല, അറിയാത്തവർക്ക് ഇത് കൊടുക്കുകയില്ല. അപ്പം അത് ഓണർമാർ നമ്മളെ വിശ്വസിച്ചിട്ട് തരുന്നതാണ്. അന്നൊരു 10-12 ഒരു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടേക്ക് പോയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ല, പണ്ട് കാലത്ത് നാരായണ മേശ്ശേരി കണ്ടിട്ട് ഇവരൊക്കെ മേശ്ശേരിമാരായിരുന്നു, അവരായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അവരുടെ കാലശേഷമൊക്കെ ഇപ്പോൾ ഇവിടെ ഒന്ന് സുരേന്ദ്രനോ ഒന്ന് ഗോകുൽദാസാണ് ഇപ്പോൾ ഈ സൈറ്റിൽ. സുരേന്ദ്രൻ എന്ന് പറയുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ. പിന്നെ ഗോകുൽദാസാണ് നമ്മളെ അസംബ്ലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനി ഇതിൻ്റെ ഉണ്ടാക്കുന്ന മരങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മരങ്ങളാണ് ഈ പുറത്തേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ക്രൂയിസർ ലാഞ്ചിന് അധികം ഉപയോഗിക്കുന്നത് ടീക്കൂട്ട് തന്നെയാണ്. ഔട്ട് പ്ലാങ്കിങ്, സൈഡ് പ്ലാങ്സ് ഫുള്ള് ടീക്ക് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ പിന്നെ കുറച്ച് മുന്നേ ഈ മലേഷ്യൻ മരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു പുറത്തേക്ക് വെള്ളം വരെ. അതായത് സാല്, കൊയല ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ മോൾ വശത്തേക്ക് തേക്കും. ഇപ്പം അതല്ല, ഇപ്പം ഇവിടുന്ന് ഈ ക്രൂയിസർ ടൈപ്പ് ആയത് കാരണം അത് അധികം തേക്കിൻ്റെ മരം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളിലേക്ക് പ്ലാവ്, മരുത്, വാഗ, വെണ്ടേക്ക് ഇത്തരം മരങ്ങളൊക്കെ ഉള്ളിലെ കാലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൻ്റെ സീലിങ്ങിൻ്റെ ഒക്കെ പരിപാടിയാണ്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കൂട്ടിയിട്ട് കോട്ടൺ നൂലില്ലേ, കോട്ടൺ നൂല് അടിച്ച് കയറ്റും. അതിന് ഒരു പ്രത്യേക വിഭാഗം കൽപ്പാത്തി എന്ന് പറയും. അവരാണ് അതിൻ്റെ ജോയിൻ്റ് അടിക്കുന്ന ആൾക്കാർ. അത് മുസ്ലിം അവരെ കൽപ്പാത്തി എന്നാണ് പറയുന്നത്. അവരാണ് ഇതിൻ്റെ അവരിവിടെ ഉണ്ടോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ഒരു ഏരിയയിലുള്ള. ആ സമയമാകുമ്പോൾ അവരെ വിളിക്കും. ആ സമയമാകുമ്പോൾ അവരെ വിളിക്കും.
അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ അതിനെ നിൽക്കും. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത് ചോദിക്കാനുള്ള ഇതിൻ്റെ എൻജിൻ പ്രവർത്തനം, അതുപോലെ ഇതിൻ്റെ പിന്നെ എത്ര കിലോമീറ്ററുകൾ അല്ലെങ്കിൽ എത്ര ഇതിൻ്റെ ദൂരം എങ്ങനെ പറയാം, ഏത് അളവിലാണ് പറയാം, ഇത്ര ബസ് വണ്ടികളെ നോട്ടിക്കൽ മൈൻഡ് ആയിട്ടാണ് അങ്ങനെയാണ് പറയാ. ഒരു ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ഒരു 10 ദിവസം കൊണ്ട് ഖത്തർ പിടിക്കും. അല്ല അങ്ങനല്ല, ഇത് എത്ര വർഷം നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റും? 50 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. മെയിൻ്റെനൻസ് വർക്ക് വരും. ഇതിൽ കേട്ടുന്ന എഞ്ചിനുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പം കൊണ്ടുപോകുന്ന ഇവർക്ക് ഇത് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള അന്നേരം ഒരു ലൈലൻഡ് അങ്ങനെയുള്ള ഇവിടെ ചൈനയുടെ ഏതെങ്കിലും ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ഒരു 10 ദിവസം കൊണ്ട് അവിടെ എത്തുന്ന എത്രയാ എനിക്ക് കറക്റ്റ് അറിയില്ല, 250 അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. അതിനനുസരിച്ചുള്ള മെഷീൻ വാങ്ങിച്ചിട്ട് ചൈനയുടെ മെഷീൻ അത് വാങ്ങിച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത്. ഒരു 10 ദിവസം കൊണ്ട് ഖത്തർ പിടിക്കും ഇവിടുന്ന് യാത്ര. ഈ ഈ ഉരുക്കളുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഈ കലാശിമാരിൽ നിന്ന് നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം. അപ്പം എന്താ ഈ കലാശിമാരും ഈ ബേപ്പൂരിലെ കലാശിമാരും കോഴിക്കോട്ടെ കലാശിമാരും ഈ ഒരു തമ്മിലുള്ള ബന്ധം? കോഴിക്കോട്ടെ കലാശിമാരാണ് നമുക്ക് എന്താണ് ഒരു ദുരന്തം ഉണ്ടായാലും, ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടായാലും കടലുണ്ട് ആ സമയത്തൊക്കെ അത് വേറെയുള്ള ആൾക്കാർക്കൊന്നും കയറ്റാൻ പറ്റാഞ്ഞിട്ടും നമ്മളെ ബേപ്പൂര് കൽപ്പാത്തി ഈ ബേപ്പൂര് ഈ കമ്മാരി സെക്ഷൻ അവരാണ് അത് അന്നത്തെ ആ ട്രെയിൻ കയറ്റിയതും. അത് അവരാണ് എത്ര വെയിറ്റ് ആയാലും വേണ്ടില്ല, അവർ ഈ ലോഞ്ചിങ്ങിൽ ഈ ഇത് ഇറക്കാൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ ബേപ്പൂർ തുറമുഖത്ത്. കലാശിമാരി എന്ന് പറയുമ്പോൾ ശരിക്കും അവരുടെ ജോലി എന്താണ്? അവരുടെ ഒരു ജോലിയാണ് ഈ കൽപ്പാത്തി, രണ്ടാമത്തത് കമ്മാലി, അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഈ ഒരു കയറ്റാനും ഇറക്കാനും ഈ 2 പണി അവരുടെ. അല്ലാണ്ട് നമ്മളിപ്പോ ഈ ആടില് കാണുന്നവരൊന്നും കലാശിമാരെല്ലാം നോർമൽ പണിക്കാർ, നോർമൽ കാർപ്പന്റേഴ്സ്. ഒരു ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞ് അടിയിലത്തെ കീല് വെക്കുക എന്നുള്ളത്, അതിനെ പാണ്ഡ്യ എന്ന് പറയും. പാണ്ഡ്യ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റെൻ പോസ്റ്റ് ഫ്രണ്ട് ഏരിയയിൽ സ്റ്റെൻ പോസ്റ്റ് വെക്കും, ബാക്കിൽ സ്റ്റെം പോസ്റ്റ് വെക്കും. അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. അത് കഴിഞ്ഞാൽ 2 സൈഡിലെ ഇതിന്റെ ഷേപ്പ് ആക്കിയിട്ടുള്ള 2 കാലുകളുണ്ട്. 2 കാലുകളല്ല, അത് ഒരു 5-8 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിനെ സെറ്റ് ചെയ്ത് എന്നിട്ട് അതിന്റെ ഷേപ്പിൽ അതവിടെ എടുത്ത് വെക്കും. ഇതിന്റെ പ്രൊഡക്ഷന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഇതിന്റെ ആദ്യ ഘട്ടമാണ് ഇതാണ് പാണ്ഡ്യ എന്ന് പറയും, ഇംഗ്ലീഷിൽ കീല് എന്ന് പറയും. ആദ്യം വെക്കുന്ന സാധനമാണിത്. അതിന്റെ മുന്നേ വെക്കുന്ന അതിനെ നിലനിർത്താനുള്ള ഒരു സാധനമാണ് അത്. കീല് എന്ന് പറയുന്ന സാധനത്തിനുള്ള തടി ഇവിടെ കേരളത്തില് 57 ഫൂട്ട് ഉണ്ട്. ഇത് സ്പെഷ്യലായിട്ട് അവിടെ ഓർഡർ ചെയ്തിട്ട് 60 ഫൂട്ട് കണ്ടെയ്നറിൽ അങ്ങനെ ഇതിന്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. കോർവ. ഇതിന്റെ ഈ ഏരിയയിലാണ് മെഷീൻ ഫിറ്റ് ചെയ്യുന്നത്. പ്രൊപ്പല്ലർ വെക്കുന്നത്. ഇതിന് മെഷീൻ വെച്ചതിന് ശേഷം ഇത് ഈ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ മറ്റേ കൊമ്പ് വരുമാൻ എന്ന സെയില് പായ വെച്ചിട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ മെഷീൻ വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. കസ്റ്റംസ് മറ്റേ ഡോക്യാർഡിലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു കയറി കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ ഏകദേശം എത്ര സമയം? അതിനൊരു 15 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു 100 ഫൂട്ടുള്ള ഉരുവിൻ്റെ വർക്ക് കഴിയും. കേരളത്തിലെ മരങ്ങൾ കൊണ്ടാണോ അപ്പോൾ ഇപ്പോഴും ഇതിന്റെ നിർമ്മാണം? കേരളത്തിലെ ടീക്കൂട്ടിന് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ട്, നിലവാരം ഉണ്ട്. അത് എപ്പോഴും അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന നല്ലൊരു മരം വേറെ. പിന്നെ പാകിസ്ഥാനിലുണ്ട് താളി എന്ന് പറയുന്ന മരം. ഏതാണ്? താളി. അപ്പം ഈ താളിന്ന് അവർ പറയുന്ന അതിന്റെ പേര് താളിയാണ്. പക്ഷെ ആ താളി എന്ന് പറയുന്ന പുറമത്തേക്ക് പറ്റൂല, ഉള്ളിലേക്ക് എക്സ്ട്രാ 100% എന്നൊക്കെ പറയാം. അത്രയും നല്ല വുഡാണ് അത്. ഉള്ളിലെ പറയുന്ന കാലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത്രയും നല്ല മരമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ മോളിക്ക്, ഇപ്പം ഇതിൻ്റെ മോളിക്ക് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലുള്ള
ഉരുക്കളൊക്കെ ആയി വരാൻ അതിനൊക്കെ ബാക്കി പണികളൊക്കെ എന്താ ചെയ്യുക? മെറ്റീരിയൽ വർക്കൊക്കെ അവർ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കളർ ചേഞ്ച് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ചെയ്യുന്നതാണ്. ഒരേ കളറിൽ ഇപ്പോൾ എന്താണ് പറയുക, സീലിങ്ങിൻ്റെ ഓരോരോ കളറിൻ്റെ താല്പര്യങ്ങളുണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് അവർ ഇന്ത്യയിലെ വർക്ക് അവിടെ നിന്ന് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു ഉരുവിൻ്റെ വർക്ക്, ഏറ്റവും വലിയ ഉരു അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ ഇവിടുന്ന് എല്ലാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കാണാനൊരു രസമുള്ള ലേശം കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ അവിടെ ബേക്കലുണ്ട്. ആ ചെറിയ സംഭവം ബത്തല എന്ന് പറയും. ബത്തല എന്ന് പറയും. ബദല അതാർക്ക് വേണ്ടിയിട്ടാണ്? അത് സൗദിക്ക് വേണ്ടിയിട്ട് മുതലാളി ആർക്കോ ഓർഡർ പ്രകാരം ഉണ്ടാക്കിയതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷീനറീസാണ് നമ്മൾ സാധാരണ മെഷീനറീസ് ഇവിടെ ആദ്യം നമ്മൾ ഈ മെഷീനറീസ് എന്താ റീസോ തിക്നെസ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് മെഷീൻ? ഈ ഉളി കാര്യത്തിൽ ഞങ്ങളുടേതായ വർക്ക് ചെയ്യെങ്കിൽ ഇതിൻ്റെ മെയിൻ വർക്ക് നടക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ്. ഇതിൻ്റെ രൂപമൊക്കെ ആക്കിയെടുക്കാൻ ഈ പറയുന്ന റീസോ വേണം, തിക്നെസ് അടിക്കാൻ പ്ലെയിനർ മെഷീൻ വേണം, പിന്നെ സോ മെഷീൻ ചെറിയ ഹാൻഡ് സോ വേണം, കട്ടിങ് മെഷീൻ, ഇതൊക്കെ ഇതിൽ വേണം. അപ്പോഴേ ഈ വർക്ക് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു വർക്ക് ഒരു 100 ഫൂട്ടിൻ്റെ ലാൻഡിൻ്റെ പണി തീരും. ഇവിടെ ഈ സ്ഥാപനം ഏത് വർഷത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്? 2007 തുടങ്ങിയപ്പോൾ 2025 ഈ ഇപ്പം നമ്മൾ വന്നെന്നാ 2007 തന്നെ ഇവിടെ വന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നാരായണ മേസ്ത്രി ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഒരാളാണ് നാരായണ മേസ്ത്രി. അവരുടെ കാലശേഷം പിന്നെ ഇവിടെ ആണ്. ഗോവിന്ദാസ് വന്നിട്ട് 2 കൊല്ലം അവൻ ഖത്തറിന് അങ്ങനെ വർക്കായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോൻ്റെ അവസാന ഭാഗം, അതായത് അടുത്തൊരു പാർട്ട് ആ ഉരുവിൻ്റെ വർക്ക് പൂർത്തിയായി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കും. അപ്പോൾ അടുത്ത അപ്ഡേഷനായിട്ടുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.